എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിൻ്റെ ഈ 66-ാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള ഹാർട്ട്ഫുൾനെസ് റീജിയണൽ ഫെസിലിറ്റേറ്ററായ ശ്രീ KU മോഹൻ. സ്വാഗതം മോഹനിട്ട. നമസ്തേ ഡോക്ടർ ഇന്ദു. ഈ പരിപാടിയിൽ പതിവ് പോലെ 2 പ്രധാന ഭാഗങ്ങളാണുള്ളത്. ആദ്യം ഒരു ചോദ്യോത്തരവേള, അതിനുശേഷം സത്സംഗം, തുടർന്ന് 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. അപ്പോൾ നമ്മളൊരു സെൻറ്ററിങ് ചെയ്തതിന് ശേഷം ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ, നന്ദി മോഹനേട്ട. ഇനി ഈ ആഴ്ചയിലെ ചോദ്യത്തിലേക്ക് കിടക്കാം. അതായത് ദാജി ഈയിടെയായി ആളുടെ പ്രഭാഷണങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന 2 വാക്കുകളാണ് ധർമ്മം, ധർമ്മസങ്കല്പം തുടങ്ങിയ സംഗതികൾ. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഫിലോസഫി പ്രകാരം ഈ വാക്കുകളുടെ അർത്ഥം എന്താണ്? അത് ഹാർട്ട്ഫുൾനെസ് വേ ബുക്ക് 2-ൻ്റെ അടിസ്ഥാനത്തിലൊന്ന് വിശദീകരിക്കാമോ? ഓക്കെ. ധർമ്മം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ് എന്നാണ് അർത്ഥം. ദാറ്റ് വിച്ച് സസ്റ്റെയിൻസ്. തമിഴിൽ ധർമ്മം തലയെ കാക്കും എന്ന് പറയും. അതായത് നമ്മുടെ ഉടലിൻ്റെ മുകളിൽ തല ഇങ്ങനെ ഇരിക്കുന്നതിന് കാരണം ധർമ്മമാണെന്നാണ്. അതായത് ധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും നിലനിൽപ്പ് എന്നുള്ള അർത്ഥത്തിൽ. ഈ ധർമ്മം എന്നുള്ള വാക്ക് നോക്കിക്കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ 3 ധാതുക്കൾ ചേർന്നുണ്ടായത് നമുക്ക് കാണാൻ പറ്റും. ധ, എർ, മ എന്നുള്ള 3 ധാതുക്കളാണ്. അപ്പം അതിൻ്റെ എറ്റിമോളജിക്കൽ മീനിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ധ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ബോധം, വേർതിരിവ്, ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെയാണ് അർത്ഥം. വിവേകം എന്നൊക്കെ നമ്മൾ പറയും. ധ. എർ എന്ന് പറഞ്ഞാൽ തത്വം എന്നാണ്. മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇല്ലാതാക്കുക എന്നാണ്. നോ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ വേർതിരിവ് എന്ന തത്വം ഇല്ലാതാക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യൻ, ഇത് മൃഗം, ഇതൊരു മരം, ഇതൊരു പക്ഷി, ഇങ്ങനെയുള്ള വിവേചനമില്ലാതെ എല്ലാ സൃഷ്ടിയിലും പ്രതിഫലിക്കുന്നത് ആത്മാവാണ് എന്നുള്ള ബോധം നമുക്ക് അനുഭവവേദ്യമാവുന്ന അവസ്ഥയാണ് ധർമ്മം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉപനിഷത്തുകളിലൊക്കെ ധർമ്മത്തിനെ 4 ഘട്ടങ്ങളായിട്ട് പറയും. ആദ്യത്തെ ഘട്ടത്തിൽ
നമ്മളെ നിലനിർത്തുന്നത് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. രണ്ടാമത്തെ ഘട്ടത്തിൽ ഞാൻ എന്തിനെയൊക്കെ നിലനിർത്തണം. മൂന്നാമത്തെ ഘട്ടത്തിൽ എല്ലാത്തിനെയും നിലനിർത്തുന്നത് എന്താണ്. നാലാമത്തെ ഘട്ടത്തിൽ എല്ലാത്തിനെയും നിലനിർത്തുന്നതിൻ്റെ ഘടന എന്താണ്. ഈ നാല്, അതായത് അപ്പോൾ നമുക്ക് ബോധ്യമാവുന്നത് എല്ലാത്തിലും ഒരേ ആത്മാവ് തന്നെയാണ് പ്രതിഫലിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ അതിനർത്ഥം വ്യക്തി, സമൂഹം, പ്രപഞ്ചം, ഈശ്വരൻ, ഈ 4 ഘട്ടങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ വ്യക്തിയുടെ ചിന്തകളും പ്രവൃത്തികളും ഈ 4 ഘട്ടങ്ങളെയും, അതായത് വ്യക്തി, സമൂഹം, പ്രപഞ്ചം, ഈശ്വരൻ, ഈ 4 ഘട്ടങ്ങളെയും ഒരേപോലെ കണക്ട് ചെയ്യുന്നതാണെങ്കിൽ അതാണ് ധാർമ്മികത എന്നാണ്. അവിടെ എന്തെങ്കിലും ഒരു വിടവ് വന്നാൽ, ഒരു ഡിപ്രഷൻ വന്നാൽ, നമുക്കറിയാം ഡിപ്രഷൻ വന്നാൽ കൊടുക്കാറ്റടിച്ച് എല്ലാം നശിച്ചു പോണ പോലെ എവിടെയെങ്കിലും ഒരു വിടവ് വന്നാൽ അത് അധാർമികതയായി പോകുന്നു. അപ്പം എല്ലാ സാഹചര്യത്തിലും ഇത് പരസ്പരം കണക്റ്റ് ആവുന്നത്. അതിനാണ് ധർമ്മം അല്ലെങ്കിൽ ധാർമ്മികത എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം മഹാഭാരതത്തിൽ പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് ഇത് ധർമ്മമാണോ അധർമ്മമാണോ എന്നുള്ള ചോദ്യം മഹാഭാരതം ഉണ്ടായ കാലം തൊട്ട് ഇപ്പോഴും ഉണ്ടത്. കാരണം ധർമ്മത്തിനെ അല്ലെങ്കിൽ ധാർമ്മികത നല്ലോണം അറിയുന്നവർ എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളൊക്കെ അതിൽ മൗനം പാലിച്ചു ആ സമയത്ത്. ഇപ്പോൾ ധർമ്മത്തിൻ്റെ പുത്രനായിട്ടുള്ള യുധിഷ്ഠിരൻ വരെ മൗനം പാലിച്ചു. ധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് മകളെ എന്ന് പറഞ്ഞിട്ട് ഭീഷ്മാചാര്യരും മൗനത്തിലായിരുന്നു. അവിടെ യാതൊരു സങ്കോചവും കൂടാതെ ഇടപെടുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അപ്പോൾ അദ്ദേഹമാണ് ആ സാഹചര്യത്തിൽ നിന്ന് പാഞ്ചാലിയെ രക്ഷിക്കുന്നത്. പിന്നീട് ഈ വസ്ത്രാക്ഷേപത്തിൻ്റെ ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ പാണ്ഡവന്മാരോട് ശ്രീകൃഷ്ണനും പാഞ്ചാലിയും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്, ഒരേ മൂഢന്മാരെ, നിങ്ങൾക്ക് ധർമ്മത്തിൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്നറിയില്ല. ധർമ്മത്തിൻ്റെ യഥാർത്ഥ മുഖം കരുണയാണ്, അനുകമ്പയാണ്, ദയയാണ്. അപ്പം ആ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ആളാരാണ്? പാഞ്ചാലിയാണ്. പാഞ്ചാലി അതിന് ഒരു തരത്തിലും ഉത്തരവാദിയല്ല. അപ്പോൾ ആ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന ആളെ ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കലാണ് അവിടെ ധർമ്മം. അപ്പോൾ ഈ 4 ലെവലിൽ ഒരുപോലെ കണക്ട് ചെയ്യണം നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ആ സദസ്സിലിരുന്ന് ഇതിനെ മൗനം പാലിച്ചവരൊക്കെ പിന്നീട് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അതായത് അവരുടെ ഉടലിലൊന്നും തലയെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ധർമ്മം തലയെ കാക്കും എന്നുള്ള രീതിയിലേക്കാണ് പിന്നീട് അത് മാറുന്നത്. ഇനി ഹിമാലയൻ മാസ്റ്റേഴ്സിനെ കുറിച്ച് ഒരു പുസ്തകമുണ്ട്. അതിൽ ഒരു ഹിമാലയൻ മാസ്റ്റർ അദ്ദേഹം സമാധിയായിട്ട് ഗ്രീസിൽ പോയിട്ട് ഇയാംബ്ലിക്കസ് എന്നുള്ള പേരിൽ ഒരു പുനർജന്മം എടുക്കും. ആ പുനർജന്മത്തിന് കാരണം ഈ ഹിമാലയൻ വിവേകം മുഴുവൻ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാനാണ്. അങ്ങനെ അതൊരു ഈ ഹിമാലയൻ വിസ്റ്റം മുഴുവൻ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. അത് പിന്നീട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. ലൈറ്റ് ഓൺ ദ പാത്ത് എന്ന് പറഞ്ഞു. അതിൽ ഈ ഉപനിഷത്ത് പോലെ ചോദ്യോത്തര രൂപത്തിലാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ധർമ്മത്തെക്കുറിച്ച്. അവസാനത്തെ ചോദ്യം, പരമമായ ധർമ്മം എന്താണ്? അതിന് മറുപടി എന്താ വെച്ചാൽ, പരമമായ ധർമ്മം
അഹിംസ ഏവ എന്നാണ്. അഹിംസയാണ് പരമമായ ധർമ്മം എന്നാണ്. അങ്ങനെയാണ് ആ മഹാവാക്യം ഉണ്ടായത്. അപ്പോൾ അഹിംസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിംസ എന്ന് പറഞ്ഞാൽ ഇടപെടൽ എന്നാണ്. നമ്മൾ സാധാരണ പറയും മറ്റൊരു ജീവിയുടെ ജീവിതത്തിൽ ഇടപെടുക, അതിനെ കൊല്ലുക എന്നുള്ള അർത്ഥത്തിൽ. അഹിംസ എന്ന് പറഞ്ഞാൽ ഇടപെടാതിരിക്കുക, നോൺ ഇൻ്റർഫിയറൻസ്. അപ്പോൾ മറ്റ് ജീവികളുടെ ജീവിതത്തിൽ ഇടപെടാതിരിക്കുക എന്നാണ് അഹിംസ എന്നുള്ളതിൻ്റെ അർത്ഥം. പക്ഷെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആഴത്തിലുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ ഇടപെടാതിരിക്കുക. മനസ്സ് ഇന്ദ്രിയങ്ങളിൽ ഇടപെട്ടിട്ടാണ് ഈ പരസ്പര വൈരുദ്ധ്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിച്ച് മനസ്സിൻ്റെ ഉറവിടമായിട്ടുള്ള ബോധത്തിൻ്റെ കേന്ദ്രമായ ഹൃദയത്തിൽ ഉറപ്പിക്കുക. അതിനെയാണ് യഥാർത്ഥ അഹിംസ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിനെ ഹൃദയത്തിൽ ഉറപ്പിക്കുക, അല്ലെങ്കിൽ ബോധത്തിൻ്റെ കേന്ദ്രത്തിൽ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ യഥാർത്ഥ അഹിംസ എന്ന് പറഞ്ഞാൽ ധ്യാനമാണ്. അങ്ങനെയല്ലേ വരിക? അപ്പോൾ അതിനെയാണ് നമ്മൾ സ്വധർമ്മം എന്ന് പറയുന്നത്. സ്വ എന്ന് വെച്ചാൽ, സ്വം എന്ന് വെച്ചാൽ ആത്മാവ് എന്നർത്ഥം. ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന ധർമ്മത്തിൽ ഏർപ്പെടുക. അപ്പോൾ അഹിംസ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ധർമ്മം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്വധർമ്മം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ധ്യാനമാണ്. മനസ്സിനെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ബോധത്തിൻ്റെ കേന്ദ്രമായ ഹൃദയത്തിൽ ഉറപ്പിക്കുന്നതിനെയാണ്. അതാണ് യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത്. ഹാർട്ട്ഫുൾനെസ്സിൽ അതിനെ നമ്മൾ സഹജ സമാധി എന്ന് പറയും. അതായത് നമ്മുടെ ഉബോധ മനസ്സ് ഹൃദയത്തിൻ്റെ ആഴത്തിൽ ബോധത്തിൽ വിശ്രമിക്കുന്നു, അല്ലെങ്കിൽ ദിവ്യത്വത്തിൽ മുഴുകിയിരിക്കുന്നു. ബോധ മനസ്സ് ദൈനംദിന കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും കർമ്മകൗശലത്തോടെ നിർവഹിക്കുന്നു. അപ്പോൾ ഉള്ളിലും ജാഗ്രത, പുറത്തും ജാഗ്രത. രാജ്യത്തിനെ 360 ഡിഗ്രി അവയർനെസ് എന്ന് പറയും, അല്ലെങ്കിൽ ധ്യാനാവസ്ഥ, മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയും. ആ സ്റ്റേറ്റിൽ അതിനെ സഹജ സമാധി എന്ന് പറയും, അല്ലെങ്കിൽ തുരീയാതീതമായിട്ടുള്ള അവസ്ഥ. ആ അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ധാർമ്മികമാണ്. ആ അവസ്ഥ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അധാർമികതയിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവിടെ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജാഗ്രതയാണ്. ആന്തരികവും ബാഹ്യവുമായ ജാഗ്രത, അല്ലെങ്കിൽ ശ്രദ്ധ, അല്ലെങ്കിൽ ഉത്സാഹമാണ്. ഇതിനാണ് ധർമ്മം എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഇനി ദാജി ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ദാജി പറയാറുണ്ട്, മഹാഭാരതം എന്ന് പറയുന്നത് ഈ ധർമാധർമ്മങ്ങളെ തലനാരിഴ കീറി പരിശോധിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അദ്ദേഹം അതിലെ ഒരു സംഭവം പറയും. വനവാസകാലത്ത്, പാണ്ഡവന്മാരുടെ വനവാസകാലത്ത് അവർ കാട്ടിൽ കൂടെ ഇങ്ങനെ അലയുന്ന സമയത്ത് അവർക്ക് ക്ഷീണവും ദാഹവും തോന്നി. അപ്പം എല്ലാവരും കൂടി ഒരു മരത്തിൻ്റെ അടിയിലിരിക്കും. അപ്പോൾ യുധിഷ്ഠിരൻ ഏറ്റവും ഇളയ ആളായിട്ടുള്ള സഹദേവനോട് പറയും, വല്ലാണ്ട് ദാഹിക്കുന്നു, നീ അടുത്ത് എവിടെയെങ്കിലും ജലാശയമോ തടാകമോ ഉണ്ടെങ്കിൽ അവിടെ പോയി അല്പം വെള്ളം കൊണ്ടുവരൂ. അപ്പോൾ സഹദേവൻ വെള്ളമെടുക്കാനായിട്ട് പോകും. സഹദേവൻ വെള്ളമെടുത്ത് വരുന്നില്ല, കുറേ നേരം കഴിഞ്ഞിട്ടും കാണുന്നില്ല. അപ്പോൾ സഹദേവനെ അന്വേഷിച്ച് നകുലൻ പോവും. നകുലൻ പോയി, നകുലനും തിരിച്ചു വരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അർജുനൻ പോവും, പിന്നീട് ഭീമൻ പോവും. 4 പേരും തിരിച്ചു വരുന്നില്ല. അപ്പോൾ സഹോദരന്മാരെ കാണാതെയപ്പോൾ സഹോദരന്മാരെയും വെള്ളവും അന്വേഷിച്ച് ധർമ്മപുത്രർ യുധിഷ്ഠിരൻ പുറപ്പെടുകയാണ്.
ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ തടാകം അദ്ദേഹം കാണും. ആ തടാകത്തിൻ്റെ കരയിൽ ഈ 4 സഹോദരന്മാരും മരിച്ചു കിടക്കുന്നു. അപ്പോൾ അദ്ദേഹം ഈ തടാകത്തിൽ നിന്ന് അല്പം വെള്ളം എടുത്ത് ഇവരെ മുഖത്ത് തെളിക്കാം എന്ന് വിചാരിച്ച് തടാകത്തിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു അശരീരി കേൾക്കും. യുധിഷ്ഠിര, നിനക്ക് ഈ തടാകത്തിലെ വെള്ളം എടുത്ത് നിന്റെ സഹോദരന്മാരെ രക്ഷിക്കണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറയണം. അപ്പോൾ ഏകദേശം 10 ചോദ്യങ്ങൾ യുധിഷ്ഠിരനോട് ചോദിച്ചു. അതിൽ അതൊക്കെ ധർമ്മത്തിനോട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അവസാനത്തെ ചോദ്യം ഒറ്റ വാക്കിൽ ഉത്തരം പറയുക, എന്താണ് ധർമ്മം? അപ്പോൾ യുധിഷ്ഠിരൻ പറയുന്ന മറുപടി വളരെ പ്രസക്തമാണ്. അപ്രമാദം ധർമ്മം എന്നാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ അപ്രമാദമാണ് എന്ന് പറയും. അപ്രമാദം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രമാദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തെറ്റ് എന്നാണ്. അപ്രമാദം എന്ന് പറഞ്ഞാൽ ശരിയും യാഥാർത്ഥ്യവും കൂടി ഒത്തുചേരുന്ന ആ പോയിന്റ് അപ്രമാദം. അതായത് അത് ജാഗ്രതയാണ്, ശ്രദ്ധയാണ്, ഉത്സാഹമാണ്. നേരത്തെ പറഞ്ഞ പോലെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ജാഗ്രതയാണ് ധർമ്മം എന്ന് യുധിഷ്ഠിരൻ അവിടെ പറയുന്നുണ്ട്. അപ്രമാദം എന്നുള്ള വാക്കുകൊണ്ട്. അപ്പം അങ്ങനെ ഇവരെ പരീക്ഷിക്കാൻ വന്നത് യുധിഷ്ഠിരൻ്റെ തന്നെ പിതാവായിട്ടുള്ള ധർമ്മരാജനാണ്. അപ്പം അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചിട്ട് സഹോദരന്മാരും യുധിഷ്ഠിരനും അങ്ങനെയാണ് ഇന്ന് രക്ഷപ്പെടുന്നത്. ദാജി തുടർന്ന് പറയും, ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധയാണ്, ജാഗ്രതയാണ്, ഉത്സാഹമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 360 ഡിഗ്രിയിലുള്ള ബോധമാണ്. നീ ഭഗവത്ഗീത നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 18 അധ്യായങ്ങളിൽ ആദ്യത്തെ 17 അധ്യായങ്ങളിലും പലതരത്തിലുള്ള ധർമ്മശാസ്ത്രങ്ങളെ കുറിച്ച് പറയുന്നു. 18ാമത്തെ അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട്, അങ്ങ് ഒരുപാട് ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞു. അങ്ങേ പ്രാപിക്കാൻ അല്ലെങ്കിൽ അങ്ങേപ്പോലെ ആവാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്താണ് ചോദ്യം. അപ്പോഴാണ് ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായ ശ്ലോകം, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ ധർമ്മശാസ്ത്രങ്ങളും മറന്നേക്കൂ, നീ എനിക്ക് ശരണാഗതി ചെയ്യൂ, സമർപ്പിക്കൂ എന്നാണ് പറയുന്നത്. അപ്പം അവിടെ പരമമായ ധർമ്മം ഈശ്വര പ്രണീതാൻ അല്ലെങ്കിൽ ഈശ്വരന് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈശ്വരന് സമർപ്പിച്ച അവസ്ഥയിൽ നമ്മൾ ചെയ്യുന്നതാണ് ധാർമ്മികത എന്നുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ ജൈനമതത്തിലാണ് ഈ കൈവല്യം എന്ന് പറയും, ബുദ്ധമതത്തിൽ ഇതിനെ നമ്മൾ നിർവ്വാണം എന്ന് പറയും, ഭഗവത്ഗീതയിൽ ഈ അവസ്ഥയാണ് സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്നത്. താമരയുടെ ഇതളിൽ വെള്ളം ഒട്ടിപ്പിടിക്കാത്ത പോലത്തെ അവസ്ഥ, സ്ഥിതപ്രജ്ഞ. പതഞ്ജലി മഹർഷി അതിനെ സമാധി എന്ന് പറയുന്നു. അപ്പോൾ രാജി ചോദിക്കുക, ഇതെല്ലാം ശരിയാണ്, പക്ഷേ എങ്ങനെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഗൃഹസ്ഥാശ്രമി ഈ അവസ്ഥ നേടിയെടുക്കും എന്നത് ഒരു ധർമ്മശാസ്ത്രങ്ങളിലും പറയുന്നില്ല. എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഒരു പുരാണങ്ങളിലും പറയുന്നില്ല എങ്ങനെ ഈ അവസ്ഥ നേടിയെടുക്കും. ഇപ്പോൾ പതഞ്ജലി മഹർഷി അഷ്ടാംഗയോഗ പദ്ധതി അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ് പതഞ്ജലി മഹർഷി തന്നെ മഹാരാജായിട്ട് പുനർജനിക്കുന്നു. നമുക്കറിയാം എന്തിനാണത്? ഈ അഷ്ടാംഗയോഗയും യോഗസൂത്രങ്ങളെയും സംരക്ഷണത്തിൻ്റെ സഹായത്തോടു കൂടി ബാബുജി മഹാരാജ് ലളിതമാക്കി, ഹാർട്ട്ഫുൾനെസ് സാധനാ പദ്ധതിയാക്കി മാറ്റി, ഗൃഹസ്ഥാശ്രമിക്ക് വേണ്ടി. അപ്പം അത് നമുക്ക് മനസ്സിലാവുക, സംപ്രേഷണത്തിൻ്റെ അഭാവത്തിൽ ബോധത്തിൻ്റെ പരിണാമം അസാധ്യമാണ്. ബോധത്തിൽ 1 ഇഞ്ച് പോലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. സംപ്രേഷണം അല്ലെങ്കിൽ പ്രാണാഹുതി
യുടെ അഭാവത്തിൽ. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്, പ്രത്യേകിച്ചും സംപ്രേഷണത്തോടു കൂടിയിട്ടുള്ള ധ്യാനം എന്ന് പറയുന്നത് മാനവരാശിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമുക്ക് പറയാം. കാരണം സംപ്രേഷണത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഇത് അസാധ്യമാണ്. അപ്പോൾ പതഞ്ജലി മഹർഷി പറയും, അഷ്ടാംഗയോഗയിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? യമം എന്നാണ്. യമം എന്ന് വെച്ചാൽ എന്താണ്? യമധർമ്മൻ. നമ്മളിലുള്ള നെഗറ്റീവായിട്ടുള്ള പ്രവണതകളെ നീക്കം ചെയ്യാനാണ് യമൻ എന്ന് വെച്ചാൽ, കൊല്ലുക എന്നുള്ള അർത്ഥത്തിൽ. എങ്ങനെ? അതിനാണ് അദ്ദേഹം അവിടെ പറയുന്നത് യോഗം ചിത്തവൃത്തി നിരോധം എന്നാണ്. ചിത്തവൃത്തികളെ എങ്ങനെ നിരോധിക്കും? അതിനാണ് ബാബുജി മഹാരാജ് ശുദ്ധീകരണം നമുക്ക് വേണ്ടി തന്നത്. അദ്ദേഹം ശുദ്ധീകരണത്തിലൂടെയാണ് നമ്മൾ ചിത്തവൃത്തികളെ നിരോധിക്കുന്നത്. അപ്പോൾ ധ്യാനത്തിലൂടെ നമ്മൾ നിശ്ചലത നേടിയെടുക്കും രാവിലെ. ശുദ്ധീകരണത്തിലൂടെ നമ്മൾ സ്ഥിരത നേടുന്നു, അതായത് ചിത്തവൃത്തികളെ നമ്മൾ നിരോധിക്കുന്നു. പ്രാർത്ഥനയിലൂടെ നമുക്ക് ശാന്തത കൈവരുന്നു. ഇതിനെല്ലാം സംപ്രേഷണത്തിൻ്റെ സഹായം നമുക്ക് കിട്ടുന്നു. അത് മാനവരാശിക്കുള്ള ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ധ്യാനം, ശുദ്ധീകരണം, പ്രാർത്ഥന, അതായത് നിശ്ചലത, സ്ഥിരത, ശാന്തത, ഇത് മൂന്നും കൂടി ചേർന്ന് നമ്മൾ ബോധമണ്ഡലത്തിൽ പ്രയോഗക്ഷമമാക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ജാഗ്രത, ശ്രദ്ധ, അതുപോലെ ഉത്സാഹവും സംഭവിക്കും. അപ്പോൾ ഇത് വലിയൊരു അനുഗ്രഹമാണ്, നമുക്കറിയാം. പക്ഷെ ഇത് ബോധപൂർവം നമ്മൾ പ്രയോഗക്ഷമമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ദാജി പറയും, വസ്തുത ഇങ്ങനെയാണെങ്കിലും, ഇത് വളരെ ലളിതമാണെങ്കിലും, സംപ്രേഷണത്തിൻ്റെ സഹായം ഉണ്ടെങ്കിലും, നമ്മുടെ സത്സംഗങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ, ആളുകൾ ഇതുപോലെ ചുമച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ചുമയ്ക്കുന്ന സമയത്ത് അടുത്തുള്ള ആളുകളെയൊക്കെ അവർ അസ്വസ്ഥരാക്കും. ചിലപ്പോൾ പല രോഗങ്ങളും പരത്തുണ്ടാവും. അപ്പം എവിടെയാണ് അവരുടെ ജാഗ്രത? അതുപോലെ ചിലരുടെ മൊബൈൽ ഫോൺ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എവിടെയാണ് ജാഗ്രത? എവിടെയാണ് ശ്രദ്ധ? എവിടെയാണ് ഉത്സാഹം? അപ്പോൾ ദാജിയെ താരതമ്യപ്പെടുത്ത പണ്ട് പ്രാചീന കാലങ്ങളിൽ മഹർഷിമാർ യജ്ഞങ്ങൾ നടത്തുമ്പോൾ ആ യജ്ഞം മുടക്കാൻ വേണ്ടി രാക്ഷസന്മാർ ആ യജ്ഞവേദിയിൽ ചോര കൊണ്ടുവന്ന് ഒഴിക്കും. അതുപോലെ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് ഇടും യജ്ഞങ്ങൾ മുടക്കാൻ. അങ്ങനെയാണ് രാമായണത്തിൽ ഈ യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശ്രീരാമനെയും ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ടുപോകാൻ വിശ്വാമിത്ര മഹർഷി കാട്ടിൽ നിന്ന് വരുന്നത്. കാരണം രാക്ഷസന്മാർ യജ്ഞം മുടക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും കാട്ടിൽ പോയി താടകയും അങ്ങനെയുള്ള രാക്ഷസന്മാരെയൊക്കെ വധിക്കുന്നു. അപ്പോൾ ഈ യജ്ഞവേദിയിൽ തടസ്സം സൃഷ്ടിക്കാൻ വരുന്ന രാക്ഷസന്മാരോടാണ് ദാജി ആധ്യാത്മിക അന്വേഷകർ എന്ന് പറയപ്പെടുന്ന നമ്മളുടെ അഭ്യാസികൾ പലപ്പോഴും ഇരുന്നുകൊണ്ട് സത്സംഗത്തിൽ ചുമക്കുകയും അല്ലെങ്കിൽ ഫോൺ അടിക്കുകയൊക്കെ ചെയ്യുന്ന അഭ്യാസികളെ അദ്ദേഹം ഉപമിക്കുന്നത് ഈ രാക്ഷസന്മാരോടാണ്. അപ്പോൾ അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചാൽ, ആ അവസ്ഥയിൽ നമ്മുടെ ജാഗ്രത എവിടെയാണ്? ശ്രദ്ധ എവിടെയാണ്? ഉത്സാഹം എവിടെയാണ്? അപ്പോൾ ഇത് താരതമ്യേന ഹാർട്ട്ഫുൾനെസ് സംപ്രേഷണത്തിൻ്റെ സഹായത്തോടു കൂടി എളുപ്പമാണെങ്കിലും ബോധപൂർവം നമ്മൾ ധ്യാനത്തിലൂടെ ആർജിക്കുന്ന നിശ്ചലതയും ശുദ്ധീകരണത്തിലൂടെ നേടുന്ന സ്ഥിരതയും പ്രാർത്ഥനയുടെ നേടുന്ന ശാന്തതയും ചേർന്നിട്ടുള്ള ഈ ജാഗ്രത, അതുപോലെ ഉത്സാഹം, ശ്രദ്ധ, ഇത് ബോധപൂർവം നമ്മൾ ജീവിതത്തിൽ പ്രയോഗക്ഷമമാക്കേണ്ടിയിരിക്കും. അങ്ങനെയുള്ള ബോധപൂർവമായിട്ടുള്ള പ്രയോഗക്ഷമതയാണ് ഹാർട്ട്ഫുൾനെസ്സിൽ ധർമ്മം
അല്ലെങ്കിൽ ധാർമ്മികത. താങ്ക് യു. നമസ്കാരം. വളരെയധികം നന്ദി മോനേട്ടൻ പല ആംഗിളുകളിൽ കൂടെ ഈ ധർമ്മം എന്നുള്ള വാക്കിനെ കുറിച്ച് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു അതൊരു നല്ലൊരു കമ്പാരിസണായി തോന്നി. ആത്യന്തികമായി നമ്മുടെ ഹാർട്ടിനുള്ള സാധന നമ്മളെല്ലാവരെയും ധാർമ്മികരാക്കി മാറ്റുമെന്ന് വിശ്വസിക്കുന്നു ആ ഒരു സാധനയിലൂടെ. എന്തായാലും ഈ എപ്പിസോഡ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമുക്ക് സത്സംഗത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് പുതുതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി ധ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. സ്വസ്ഥമായിരുന്ന കണ്ണുകളടച്ച് എൻ്റെ ഉള്ളിൽ ദിവ്യപ്രകാശത്തിൻ്റെ ഒരു സ്രോതസ്സുണ്ടെന്നും അത് എൻ്റെ ശ്രദ്ധ ഉള്ളിലേക്ക് ആകർഷിക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നു. ആ സമയത്ത് മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക, ഞാൻ എൻ്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സിൽ ധ്യാനിക്കുകയാണ്. ഉള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും കാത്തു സൂക്ഷിക്കുക. അതിനുശേഷം 9 മണി മുതൽ സാർവലൗകിക പ്രാർത്ഥന. എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ 15 മിനിറ്റ് ധ്യാനിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് 9 മണി വരെ ധ്യാനിക്കാം സത്സംഗം. അതിനുശേഷം 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഈ സമയം നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു. നമസ്കാരം.